ഹലോ കൂട്ടുകാരെ കുടുംബക്കാരെ, ഇതാ റിച്ചാർഡ് മാമൻ ദേ വന്നിരിക്കുന്നു. റിച്ചാർഡ് മാമൻ ഹായ് പറ. റിച്ചാർഡ് മാമ, റിച്ചാർഡ് അഷ്ടംകൂടി ഗൈസ് ദേ ഇഷാനി വന്നിട്ടുണ്ട്. അടുത്ത് മമ്മിയുണ്ട്. നമ്മുടെ കാറിന്റെ ഡെലിവറി എടുക്കാൻ പോവാണ്. അപ്പൊ അതിന് മുന്നേ ഡെലിവറി എടുക്കാൻ പോകുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലേ രാമോൻ? അതാണ് സർപ്രൈസ്. ഇതാ ഇന്ന് റിച്ചാർഡ് മാമൻ. ഇതാണ് ഞാൻ ഇതെല്ലാം കൂടി കൊണ്ട് ഡെലിവറി എടുക്കാൻ എങ്ങനെയാ പോകുന്നത്? നമ്മൾ ഇതൊക്കെ കൊണ്ടാണ് ഡെലിവറി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനോട് നിൽക്കണോ പോവാം. ഇല്ല, ബുക്ക് ചെയ്തിട്ടില്ല. ഞാൻ പോടാം. ഗൈസ് അപ്പം നമ്മള് നമ്മള് വണ്ടി എടുക്കാൻ വേണ്ടി പോകണം. എവിടെ അമ്മി? റിച്ചോട് വാടാ, ഒരു ഫോട്ടോ എടുക്കാം. വേണം, നീ വന്നേ പറ്റത്തുള്ളൂ. റിച്ചാർഡിന് നാണമാ. എവിടെ കണ്ടോടോ പോയി? അമ്മമ്മയെ കണ്ടോടോ പോയി? ഇപ്പുറത്ത് പോവാം, നടുവില്. ഞാൻ ഇവന്റെ ഫ്രണ്ട് അപ്പൊ എന്നെ കാണാം. മമ്മി അപ്പൊ നമ്മളത് എത്തിക്കഴിഞ്ഞു. അമ്മി നമ്മുടെ മുതലാളി റിച്ചാർഡ് അണ്ണൻ. യെസ്, രാമു. ഗൈസ് ദേ അമ്മായിയമ്മേ മരുമകളും, മരുമകളല്ല അമ്മായിയമ്മേ മരുമകളും ഇതാ കാറിന്റെ കീ വാങ്ങാൻ വേണ്ടി പോകുന്നു. അല്ല വിച്ചു വാടാ, വാ. അയ്യോ ചേറ വേണ്ട വേണ്ട, എല്ലാം ഷൂട്ടൊക്കെ ആയിരുന്നു. अड़कम सादिक भाई आ गया हमारा. इधर सादिक भाई हमारा बड़ा मियां. नमस्ते. इधर सादिक भाई मेरा दोस्त है. अरे क्या होता ना सादिक. This house is speak of ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വാങ്ങിയ വണ്ടി, അതിൻ്റെ താക്കോലും മമ്മിയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം നമ്മളുടെ ഗുരുക്കന്മാർ, മുതിർന്നവർ, നമ്മളുടെ അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ അനുഗ്രഹത്തോടു കൂടി നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ അനുഗ്രഹം എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ മമ്മിയോട് ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, മമ്മി തന്നെ വാങ്ങിച്ചാൽ മതി, എന്നിട്ട് ഞങ്ങൾക്ക് തന്നാൽ മതി. അപ്പം മമ്മിയുടെ അനുഗ്രഹം വാങ്ങി ഞങ്ങൾ താക്കോല് വാങ്ങിച്ചു. ഇതിൻ്റെ കീ വാങ്ങാൻ വേണ്ടി മാത്രമാണ് മമ്മിയും ഇഷാനിയും കൂടി വന്നത്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒരു സൈക്കിൾ പോലും ഇല്ലാതിരുന്നവർ, അല്ലെങ്കിൽ എൻ്റെ കസിൻസ്, എൻ്റെ വല്യമ്മയുടെ മക്കൾ ഉപയോഗിച്ച് കളഞ്ഞ പഴയ സൈക്കിൾ നന്നാക്കി എടുത്ത് അത് യൂസ് ചെയ്ത് അവിടുന്ന് പിന്നീട് ന്യൂസ് പേപ്പർ ഇട്ട് സ്വന്തം സാലറിയിൽ 250 രൂപ എഴുതുന്ന അന്ന് മന്ത്ലി സാലറി, അതിൽ നിന്ന് സൈക്കിൾ വാങ്ങിയൊരു കാലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കാറിലേക്കുള്ളൊരു യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി അല്ലായിരുന്നു. എന്നാൽ രാമുവിൻ്റെ കാര്യം നേരെ തിരിച്ചായിരുന്നു. അയാൾ കല്യാണം കഴിക്കുന്ന സമയത്ത് അയാളുടെ വീട്ടിൽ കാറുണ്ടായിരുന്നു. എന്നാൽ വന്നു കയറിയ വീട്ടിൽ മമ്മിയുടെ സ്കൂട്ടി ആയിരുന്നു ഞങ്ങളുടെ ശകടം. അപ്പോൾ അവിടെ നിന്നൊരു കാറ് വാങ്ങുന്നു. ഈ കാറ് വാങ്ങുന്നതിനെ മമ്മി ഞങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മമ്മിയുടെ ബ്ലെസ്സിങ്സ് വേണം. കാരണം മമ്മി എന്ന് പറയുന്നത് രാമുവിനെ സംബന്ധിച്ചിട്ട് അമ്മായിയമ്മയല്ല, അമ്മയാണ്. ഞങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് എനിക്കും എൻ്റെ പെങ്ങൾക്കും അറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇയാൾക്കറിയാം. എന്തായാലും രാമുവാണ് മമ്മി പൊക്കിക്കൊണ്ട് വന്നത്. ഈ മമ്മിയെ കൊണ്ട് കീ വാങ്ങുക. നമ്മൾ കീ വാങ്ങിച്ചു കഴിഞ്ഞു. ഇതുണ്ടല്ലേ, പുള്ളി കീ വാങ്ങുമ്പോൾ പുള്ളിക്കും സന്തോഷമോ നമുക്കും സന്തോഷമോ. എന്നിട്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് ഞങ്ങളങ്ങ് കീ വാങ്ങിച്ചു. കാരണം പെറ്റമ്മയേക്കാളോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ അനുഗ്രഹത്തേക്കാൾ കൂടുതൽ വലുതല്ല വേറൊന്നും. ഇപ്പോൾ എത്ര അമ്പലത്തിൽ കൊണ്ട് പൂജിച്ചാലും, എത്ര അമ്പലങ്ങളിലും പള്ളികളിലും ആയിരങ്ങൾ കൊണ്ടിട്ടാലും നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി സ്വന്തം ലൈഫ് സാക്രിഫൈസ് ചെയ്ത ഒരു അമ്മയുടെ അനുഗ്രഹമില്ലാതെ അല്ലെങ്കിൽ അനുഗ്രഹം വാങ്ങാതെ എന്ത് ചെയ്തും കാര്യമൊന്നുമില്ലല്ലോ. സോ ഇവിടെ ഞങ്ങളുടെ ദൈവം മമ്മി തന്നെയാണ്. രാമു എപ്പോഴും പറയും, ഞാനും രാമുവും തമ്മിൽ എന്തെങ്കിലും കുസ്തിയിട്ടാൽ പോലും എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, രാമുവിനെ പറ്റത്തുള്ളൂ. എന്താ കാരണം? രാമുവിനെ മമ്മി അങ്ങനെ നോക്കുന്നേ വാട്ടവർ. സോ മമ്മിയിൽ നിന്ന് നമ്മൾ കീ മേടിച്ചു. അടുത്ത് നമ്മളെ പോക്കെന്ന് പറഞ്ഞാൽ കണ്ണൂർക്കാണ് ഈ ഒരു യാത്ര. അതിന് പിന്നെ ചെറിയൊരു പണിയും കൂടി ഉണ്ട്. 4 ആൾ അറിയണ്ടേ നമുക്ക് ചാനലുണ്ടെന്ന്. നമ്മുടെ ചാനലല്ല, സത്യത്തിലൊരു ഫാമിലിയാണ്. അവർ ക്രേസി ഫാമിലി വലുതാവുന്നതും ആൾക്കാർ പിന്നെയും നോക്കിക്കൊണ്ടിരിക്കും. സോ നമ്മളിത് സ്റ്റിക്കർ ഒട്ടിക്കാൻ പോവാം. സാദിക് ഭായിയോട് നേരത്തെ പറഞ്ഞു സത്യം ഞങ്ങൾ ഈ എയിലൊക്കെ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ മച്ചാൻ എന്ത് ചെയ്തു വെച്ചാൽ മച്ചാൻ്റെ ക്രിയേറ്റിവിറ്റി എന്തൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. പുള്ളിക്കാരന് ഞങ്ങളോടൊന്ന് സ്നേഹം മൂത്ത് നിൽക്കുക. ഇതാണ് സ്റ്റിക്കർ ഒട്ടിക്കുന്ന പരിപാടി. ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുന്നത്. അന്ന് ടെസ്റ്റ് ഡ്രൈവ് പോയ സമയത്ത് സാദിക് ഭായി ഉണ്ടെങ്കിൽ കൂടെ എക്സ്പീരിയൻസ് ആയിട്ട് ഒരാളില്ലാതെ ആദ്യമായിട്ട് ആ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. ഇനിയുള്ള യാത്രകൾ എങ്ങനെയാണെന്നൊന്നും എനിക്ക് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. ബട്ട്
നോക്കാം. ഇപ്പോൾ ഈ പുള്ളിക്കാരൻ എന്തായാലും സ്റ്റിക്കർ ഒട്ടിക്കുക. നിങ്ങൾ കണ്ടോ ഈ താഴെ കാണുന്ന സംഭവം, ആ സബ്സ്ക്രൈബ്, ആ സോൻസോ, അതൊക്കെ വന്നിട്ട് സാദിഖ് ഭായിയുടെ അഡീഷൻ ആയിരുന്നു. വണ്ടിയുടെ ഡിക്കിയിൽ വെക്കാനായിട്ട് പുള്ളിക്കാരൻ വലിയൊരു പ്രിൻറ്റ് തന്നെ തരുന്നു. വലിയൊരു പ്രിൻറ്റ് പുള്ളി പറയുക നമുക്ക് വണ്ടിയുടെ മേളിൽ ഒട്ടിക്കണം. വലിയ ബസ്സിലൊക്കെ പോകുന്ന ആൾക്കാർ നോക്കുമ്പോൾ കാണണം. എന്നിട്ട് ഇത് പോരാ, തിരിച്ച് വന്നിട്ട് നമുക്ക് വണ്ടിയുടെ 2 ഡോറും കൂടി ഫില്ല് ചെയ്യണം. പുള്ളിക്കാരൻ അങ്ങ് എന്താ പറയുക, ഞങ്ങളെക്കാൾ കൂടുതൽ എക്സൈറ്റഡ് പുള്ളിക്കാരനാണ്. ഇനിയിപ്പോൾ പുള്ളിക്കാരൻ അന്ന് നിങ്ങൾ എന്താ പറയുക, ഞങ്ങളുടെ ടെസ്റ്റ് ഡ്രൈവിൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ അത് കയറി നോക്കുക. സാദിഖ് ഭായിക്ക് ഇവിടെ ബാംഗ്ലൂരിൽ നിന്നൊരു 70 കിലോമീറ്റർ മാറിയിട്ട് ഫാം ഹൗസൊക്കെ ഉണ്ട്. ഒരു ഫാം ഹൗസ്, പുള്ളിയുടെ സുഹൃത്തുക്കൾക്ക് എയർബിഎൻബി ഒക്കെ ഉണ്ട്, ഒരു റിസോർട്ട് ടൈപ്പ്. നമുക്ക് അവിടെയൊക്കെ പോകാൻ വേണ്ടി നിൽക്കുക. അതൊക്കെ വേറെ വീഡിയോസ് വരുന്നുണ്ടാകും. എന്തായാലും സാദിഖ് ഭായി ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. ഈ സമയത്ത് ഞാൻ ഒരിക്കൽ കൂടി ഞങ്ങളുടെ റിഷാദക്കയും കാർത്തിക് ബ്രോയെ ഓർമ്മിക്കുക. കാരണം റിഷാദക്കയാണ് പറഞ്ഞത് നിന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് റിഷാദക്ക സപ്പോർട്ട് ചെയ്തു. രാമുവിന് ഓർമ്മയുണ്ടാവും, വിഷ്ണുവേ ക്ലച്ച് ഓട്ടി വിടറാ. എന്നിട്ട് വരുന്ന ആൾക്കാരുടെ ഒക്കെ പറയും ഇത് ഇവരുടെ യൂട്യൂബ് ചാനലല്ല. നമ്മൾ ലൈഫിൽ ബിൽഡ് ചെയ്യുന്ന ബന്ധങ്ങളുണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അവിടെ കാശോ പ്രസ്റ്റീജോ അല്ലെങ്കിൽ നമ്മുടെ ഡെസിഗ്നേഷൻ ഒന്നും അല്ല കാര്യം. മനുഷ്യനായിട്ട് നിൽക്കുക. ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം, ഈ ഫാമിലി തുടങ്ങിയ ശേഷം ഒരുപാട് നല്ല ആൾക്കാരെ പരിചയപ്പെട്ടു. ബിജു, പാന്തർ, നമ്മുടെ അനന്തോണ്ണൻ, താര, അനന്യ, നമ്മുടെ ദിവ്യേച്ചി, ഞങ്ങളുടെ ഇബ്രൂട്ടൻ, അക്കൂസ്, അളിയൻ, ഞങ്ങൾ വഴിതെറ്റി ലൈവിൽ വന്ന ആദ്യത്തെ ലൈവിൽ വന്ന ഒരു അക്കൂസും ബിജു, അങ്ങനെ ഒരുപാട് പേര് ഞങ്ങളെ പരിചയപ്പെട്ടു. ഇവൻ ഇയാളുടെ പേര് ഫേക്ക് ഐഡീസ് വന്ന സമയത്ത് പോലും ഇപ്പോഴും ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന അണ്ണ, ചേച്ചി എന്നില്ല. എന്തിനാ ഞങ്ങൾ റാസ്പൂട്ടൻ, കോഴി തന്നെ അടിക്കാൻ വേണ്ടി മാത്രം അവർ പറയും ഇൻസ്റ്റാഗ്രാമിൽ. നിങ്ങൾ ഭാര്യയെ ഭർത്താവിടെ ഒരുമിച്ച് മെസ്സേജ് ഇടുന്നത് ചീറ്റിംഗ് ആണ്. സോ എൻ്റെ ഓഫ് ദ ഡേ ഒരുപാട് നല്ല ആൾക്കാരെ ഞങ്ങൾ പരിചയപ്പെടുന്നുണ്ട്, നല്ല ബന്ധങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. സോ ഈ സ്റ്റിക്കർ ഒട്ടിച്ചു. എനിക്ക് സത്യത്തിൽ സാദിഖ് ഭായിയോട് ഒരുപാട് നന്ദിയുണ്ട്. തമ്പുരാനും നന്ദിയുണ്ട്. കാരണം സൈക്കിൾ പോലും ഇല്ലാത്തവർ കാറ് വാങ്ങുന്നു. ഇന്ന് സ്വന്തമായിട്ട് കാറ് ഓൺ ചെയ്യുന്നു. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞങ്ങളെല്ലാവരും ചീത്ത വിളിച്ചു, ഒറ്റപ്പെടുത്തി. പക്ഷേ ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന കുറച്ച് നല്ല ആൾക്കാർ, ഞങ്ങളെക്കുറിച്ച് കൺസേൺ ആവുന്ന കുറച്ച് നല്ല ആൾക്കാരുടെ ചുറ്റുമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല. നിങ്ങൾ തരുന്ന സ്നേഹം തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ധൈര്യം. ഈ കാറും കുറേ നല്ല കാര്യങ്ങൾ ചെയ്യണം, നല്ലടാ. അത്രയൊക്കെ ഉള്ളു ഗൈസ്. കാറിന് ഡെലിവറി എടുത്തു. ഇനി മമ്മിയും കൊണ്ട് കണ്ണൂർക്കാണ് യാത്ര. കാരണം മമ്മിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകാം. അപ്പം എന്താ പറയുക, അടുത്ത വീഡിയോസിനായിട്ട് നിങ്ങൾ കൂടെ ഫോളോ ചെയ്തോളൂ. ഞങ്ങളുടെ ചെറിയൊരു ഫാമിലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ഈ ഊര് തണ്ടുന്നതിന് ഇടയ്ക്ക് നമ്മൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ വരും. ഇച്ചിപ്പോലും പഴങ്കഞ്ഞിയും മീനും കിട്ടിയാൽ, അത് ഇച്ചിരി പഴഞ്ചോറും തൈരും കിട്ടിയാൽ ഞങ്ങൾ ഹാപ്പിയാണ്. കാരണം കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവുന്ന എന്താ പറയുക, ഒരു സിനിമയിൽ പറഞ്ഞല്ലോ അങ്ങനെ പറയും. എന്തായാലും കുടുംബം എന്ന് പറഞ്ഞാൽ ആൾക്കാർ തമ്മിൽ കാണുമ്പോൾ സ്നേഹം ഉണ്ടാവണം. കാശല്ല, ഒരു കാലിച്ചായ പോലും മേടിച്ചു, ഒരു ചായ മേടിച്ചിട്ട് 1/2 ആക്കി ഷെയർ ചെയ്യുന്ന കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, അത് വേറെയാണ്. അപ്പോൾ കാണാം. യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു, കുടുംബങ്ങൾ വലുതായിക്കൊണ്ടേയിരിക്കുന്നു. ബൈ, ലവ് യു ഓൾ. ബൈ.